ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ്. കാലത്ത് തന്നെ ഞാൻ ചെറുപ്രാന്ന് പറഞ്ഞിട്ട് ഈ ഇളക്കണത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളിസ്റ്റ് ആണ് ഉണ്ടാക്കണത്. പിന്നെ അതുമല്ല, ഞാൻ ഭയങ്കര സ്പീഡിലിട്ടിട്ട് അതാണ് ഇങ്ങനെ കാണുന്നത്. അങ്ങനെ കൊള്ളിസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ കൊള്ളിസ്റ്റിലേക്ക് പിന്നെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കാണെങ്കിൽ അറിയാം, എന്നും എനിക്ക് മിക്കവാറും ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തി ആയിരിക്കും. അതാണല്ലോ സിമ്പിൾ. കാരണം മാവുള്ളതുകൊണ്ട് നമ്മൾ മിക്കവാറും പാക്കറ്റാണ് മേടിക്കുക. അത് കുഴയ്ക്കാനും പരത്താനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാകുമ്പോൾ വേഗം പണി കഴിയുമല്ലോ. അങ്ങനെ പിന്നെ ജിഷ്ണാറിനാണെങ്കിലും ചപ്പാത്തി ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് പിന്നെ വേറെ കോംപ്രമൈസ് ഇല്ല. അതുകൊണ്ട് പിന്നെ എന്നും ചപ്പാത്തി അല്ലെങ്കിൽ പൂരി, അങ്ങനെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പോവുക കേട്ടോ. അപ്പോൾ നമുക്ക് വാവ പിന്നെ ഈ ടൈമിൽ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിഷ്ണാറിൻ്റെ കയ്യിലായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചപ്പാത്തി ഉണ്ടാക്കി. അങ്ങനെ ചപ്പാത്തിപ്പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീഡിയോ എടുക്കണോണ്ട് എല്ലാം കൂട്ടിക്ക് ഒരുമിച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കുറച്ച് പാത്രങ്ങളുള്ളത് അത് കഴുകി വെക്കാനായിട്ട് നിന്നു കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാതെ ചിലർ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ പരിപാടിയൊക്കെ കഴിച്ച് വെക്കുകയാണ്. പിന്നെ ചോറ് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കറി വെക്കാനായിട്ട് പയർ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുക്കറിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ലഞ്ചിനുള്ള പരിപാടിയും കഴിഞ്ഞുള്ളൂ. പിന്നെ ഈ അടുക്കള ഭാഗത്തേക്ക് നോക്കണ്ടല്ലോ. അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ വാവ വാശി പിടിച്ചു കേട്ടോ. അപ്പോൾ വാവയുടെ അടുത്തേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന് ഫീഡ് ചെയ്തിട്ട് അവനെ ഉറക്കി. അപ്പോൾ കുക്കർ നമുക്ക് കുറച്ച് വിസിലടി വരണമല്ലോ വേവാൻ വേണ്ടി. അപ്പോൾ അത് അവിടെ വെച്ചു. അതിൻ്റെ ഇടയിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ചടപടാന്ന് കണ്ട പോലെ ആയിരുന്നു. പിന്നെ വേഗം വാവേനെ കുളിപ്പിച്ചു, ഞാൻ കുളിച്ചു. അങ്ങനെ ഫുൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു എന്ന്. നമുക്ക് വാവയ്ക്ക് ചെറിയ രീതിയിലുള്ളൊരു കോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞായറാഴ്ച ആണെങ്കിലും നമ്മൾ കാഷ്വാലിറ്റിയിൽ കാണിക്കാമെന്ന് വെച്ചിട്ട് പോയതാണ് കേട്ടോ. പിന്നെ കോൾഡ് മാത്രമല്ല, ചെറിയ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കുറച്ച് നാൾ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. പക്ഷെ അതിപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യണത്. അങ്ങനെ എന്താ വാവ നല്ല കുട്ടിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവർക്ക് കാറിൽ പോകാമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതാ നമ്മളെന്നും വാവേനെ കാണിക്കാറുള്ളത് ഇവിടെ ഹോസ്പിറ്റലാണ് കേട്ടോ, കൈപ്പറമ്പ് നൈറ്റിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ OP ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കാഷ്വാലിറ്റിയിൽ കാണിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ പിറ്റത്തെ ദിവസം നമ്മൾ പിന്നെ OP പോയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിച്ച് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ ചൂട്, എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല, അതിൽ ചൂടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ വാവ ഉറങ്ങി. വാവയ്ക്ക് പിന്നെ വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര് ഭയങ്കര ഹാപ്പിയാണ്. കരച്ചിലോ വേറെ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ല കുട്ടിയായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നമ്മുടെ കേച്ചേരി ആളൂർ റൂട്ടിൽ ഒരു ഷോപ്പുണ്ട്. 200 രൂപയാണ് അവിടെ എല്ലാത്തരം എന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ ജ്യൂസും ഉണ്ട്. തണ്ണിമത്തനാണ് തോന്നുന്നു അവിടെ മെയിനായിട്ട്. 20 രൂപയ്ക്കാണ്ട്. നല്ല തണുപ്പും ഉണ്ടാവും കേട്ടോ. അങ്ങനെ അത് കുടിച്ച് ഫ്രഷാണ് തണ്ണിമത്തനൊക്കെ. പക്ഷേ ഇത് ഗ്രേപ്പാണ് കേട്ടോ. ഇത് അവിടെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ എനിക്കിഷ്ടമായി. ഞങ്ങൾ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ 50-50 അടിക്കാനായിട്ട് ഈ കാണുന്നത്. എനിക്ക് വീഡിയോ എടുക്കലും കുടിക്കലും ഒക്കെ കൂടിയിട്ട് പറ്റാത്തതുകൊണ്ട് ഇഷ്ണാട്ടൊന്ന് ഹെൽപ്പ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ നാട്ടിലെത്തി. അപ്പോൾ അവിടെ അരിയന്നൂർ അമ്പലത്തിൽ എന്തോ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അടുത്ത് തന്നെ ഒരു ഷോപ്പിൽ കയറാനുണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിൽ കയറി. ഞങ്ങളുടെ കസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഒരു സന്തോഷത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ അതുപോലെ തന്നെ ഒരു കമ്മലും കീ ചെയിനൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അത്ര വലിയ ഗിഫ്റ്റ് അല്ലെങ്കിൽ പോലും ചെറിയൊരു ഗിഫ്റ്റ് ആണെങ്കിലും അത് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ല, പ്രത്യേകിച്ച് ബർത്ത്ഡേക്കൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ. അങ്ങനെ ഞാൻ പിന്നെ അത് പാക്ക് ചെയ്യാൻ നിന്നു കേട്ടോ. വീട്ടിലെത്തിയിട്ട് അതിൻ്റെ ഇടയിൽ ചോറുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇഷ്ടമാണ് പിന്നെ വാവാൻ ഉറക്കാൻ നിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ കമ്മലാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് പാക്ക് ചെയ്യാനായിട്ട് നിന്നു. പിന്നെ ഈ ഒരു യൂണിക്കോണിൻ്റെ കീ ചെയിൻ, യൂണിക്കോണിൻ്റെ ഫാനാണ് കേട്ടോ. നിങ്ങൾക്ക് യൂണിക്കോണിന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇത്രയും ചോക്ലേറ്റ് മേടിച്ചിട്ട് പിന്നെ ഞാൻ ഈ ഒരു സ്പ്രേയുടെ ഇതിലാണ് കേട്ടോ ഞാനിത് പാക്ക് ചെയ്തത്. ജസ്റ്റ് ഞാനിങ്ങനെ ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് പാക്കൊക്കെ ചെയ്ത് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ വാവയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പണികൾ അടിച്ചോരി അങ്ങനത്തെ കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.